മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണം പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ കടൽ കടന്നുള്ള വാർത്തകൾ ഗൾഫ് പ്രവാസികൾക്ക് നൽകുന്നത് ഇരട്ടി മധുരമാണ്. നാട്ടിലെ ഓണച്ചന്തകളും വ്യാപാര സ്ഥാപനങ്ങളും സജീവമാകാൻ തുടങ്ങുന്ന ഈ അവസരത്തിൽ തന്നെയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡുകൾ ഭേദിച്ച് താഴേക്ക് പതിക്കുന്നതും തന്മൂലം ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് കുത്തനെ ഉയരുന്നതും. മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന ഓരോ പ്രവാസിക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഓണക്കോടിയും ആഘോഷങ്ങൾക്കുള്ള വകയും നൽകാൻ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ഓരോ ദിർഹത്തിനും റിയാലിനും മുൻപെങ്ങുമില്ലാത്ത വിധം ഉയർന്ന തുകയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു സാമ്പത്തിക പ്രതിഭാസം എന്നതിനേക്കാൾ ലക്ഷക്കണക്കിന് പ്രവാസി കുടുംബങ്ങളുടെ ഓണാഘോഷങ്ങളെ ഈ കറൻസി വ്യതിയാനം എങ്ങനെ കൂടുതൽ വർണ്ണാഭമാക്കുന്നു എന്നും ഇതിന് പിന്നിലെ ആഗോള രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ അമേരിക്കൻ ഡോളറിനുണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും ലോകമെമ്പാടുമുള്ള സാമ്പത്തിക മേഖലകളെ സ്വാധീനിക്കാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാധീനം വളരെ വലുതാണ്. ഒമാനി റിയാൽ, UAE ദിർഹം, സൗദി റിയാൽ, ബഹ്റൈൻ ദിനാർ, കുവൈറ്റ് ദിനാർ, ഖത്തർ റിയാൽ തുടങ്ങിയ ഗൾഫ് കറൻസികളെല്ലാം തന്നെ അമേരിക്കൻ ഡോളറുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഡോളർ ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായും ഗൾഫ് കറൻസികളുടെയും കരുത്ത് വർദ്ധിക്കുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഒരു ഒമാനി റിയാലിന് 250 രൂപ 60 പൈസ എന്ന ഉയർന്ന നിരക്കിലാണ് ഒമാനിലെ എക്സ്ചേഞ്ചുകൾ വിനിമയം നടക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇത് 251 രൂപയ്ക്ക് മുകളിൽ പോയിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ബാങ്കുകൾ ഈടാക്കുന്ന ചെറിയ സർവീസ് ചാർജുകൾ കഴിച്ചാൽ പോലും പ്രവാസികൾക്ക് വലിയൊരു തുക ലാഭമായി ലഭിക്കുന്നുണ്ട്. ഓണക്കാലം ലക്ഷ്യമാക്കി നാട്ടിലേക്ക് വലിയ തോതിൽ പണമയക്കുന്ന ഈ സമയത്ത് വിനിമയ നിരക്കിലുണ്ടാകുന്ന ഓരോ പൈസയുടെയും വർധനവും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ അധിക മൂലധനമാണ് എത്തിക്കുന്നത്. രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നാം ചെന്നെത്തുന്നത് പശ്ചിമേഷ്യയിലെ സങ്കീർണമായ ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കടുത്ത പ്രതിസന്ധിയാണ് സാമ്പത്തിക ലോകത്തെ പ്രധാന വില്ലൻ. ആഗോള എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന ഈ സമുദ്രപാതയിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന നിരന്തരമായ ഭീഷണികളും യാത്രാ പ്രതിസന്ധിയും അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ഭയം ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരാൻ കാരണമായി. ബാരലിന് 94 അമേരിക്കൻ ഡോളറിന് മുകളിലേക്കാണ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നത്. ഇന്ത്യയെ പോലെ തങ്ങൾക്ക് ആവശ്യമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 80% ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിന് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന ചെറിയ വർധനവ് പോലും വലിയ തിരിച്ചടിയാണ്. കൂടുതൽ ഡോളർ കൊടുത്ത് എണ്ണ വാങ്ങേണ്ടി വരുമ്പോൾ വിപണിയിൽ ഡോളറിന് ആവശ്യക്കാരേറുകയും രൂപയുടെ മൂല്യം സ്വാഭാവികമായും ഇടിയുകയും ചെയ്യുന്നു. ക്രൂഡ് ഓയിൽ പ്രതിസന്ധിക്ക് പുറമെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇപ്പോൾ പ്രകടമാകുന്ന അനിശ്ചിതത്വങ്ങളും രൂപയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 96.57 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയത് സാമ്പത്തിക ലോകത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനകൾ കണ്ടു തുടങ്ങുകയും പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുമ്പോൾ വിദേശ നിക്ഷേപകർ സുരക്ഷിതമായ നിക്ഷേപമെന്ന നിലയിൽ അമേരിക്കൻ ഡോളറിലേക്ക് ചേക്കേറുന്നത് പതിവാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ ഓഹരി വിപണികളിൽ നിന്നും ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപകർ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിച്ച് ഡോളറാക്കി മാറ്റുമ്പോൾ രൂപയുടെ ഡിമാൻഡ് കുത്തനെ താഴോട്ട് പോകുന്നു. ഈ വർഷം ഇതുവരെ മാത്രം 7.5% മൂല്യശോഷണമാണ് ഇന്ത്യൻ രൂപയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട്. കറൻസി വിനിമയ നിരക്കിലെ ഈ വർധനവ് പ്രവാസികൾക്ക് ലോട്ടറി അടിച്ചതിന് തുല്യമാണെങ്കിലും ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇന്ത്യയിൽ അതിരൂക്ഷമായ വിലക്കയറ്റത്തിന് വഴിവെക്കും എന്നതാണ് യാഥാർത്ഥ്യം. പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുന്നത് ഗതാഗത ചെലവുകൾ കൂട്ടുകയും അത് നിത്യോപയോഗ സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്തേക്കാം. പ്രവാസികൾക്ക് വിനിമയ നിരക്കിലൂടെ കിട്ടുന്ന അധിക തുകയുടെ ഒരു വലിയ ഭാഗം നാട്ടിലെ ഈ വിലക്കയറ്റത്തിൽ ഇല്ലാതാകാൻ സാധ്യതയുണ്ടെന്ന കാര്യവും ചിലപ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി എളുപ്പത്തിൽ തീരുന്ന ലക്ഷണമില്ലാത്തതിനാൽ ക്രൂഡ് ഓയിൽ വില ഇനിയും ഉയർന്നേക്കാം. ഈ സാഹചര്യത്തിൽ ഫോറക്സ് മാർക്കറ്റിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശക്തമായ ഇടപെടൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിലവിലെ ആഗോള സാഹചര്യങ്ങളിൽ ഡോളർ വിറ്റഴിച്ചുള്ള RBIയുടെ ഇടപെടലുകൾ പരിമിതമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും രൂപയുടെ ഈ ചാഞ്ചാട്ടം തുടരാൻ തന്നെയാണ് സാധ്യത. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മലയാളികൾക്ക് ഓണം കേവലം ഒരു ഉത്സവമല്ല, അതൊരു വികാരമാണ്. ആഗോള രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വങ്ങളും കടലിടുക്കിലെ യുദ്ധഭീതികളും കാരണം രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ അത് പ്രവാസികൾക്ക് നാട്ടിലേക്ക് കൂടുതൽ പണമയക്കാനുള്ള വലിയൊരു അവസരമായാണ് മാറുന്നത്. വിനിമയ നിരക്ക് റെക്കോർഡ് ഉയരത്തിൽ നിൽക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തി പരമാവധി തുക നാട്ടിലെ അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിലും വരാനിരിക്കുന്ന സാമ്പത്തിക അനിശ്ചിതത്വങ്ങളെയും വിലക്കയറ്റത്തെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിനും ഈ ഓണക്കാലത്ത് മുൻഗണന നൽകണം. ഹോർമൂസ് കടലിടുക്കിലെ ഒരെണ്ണക്കപ്പലിന്റെ യാത്ര കേരളത്തിലെ ഒരു സാധാരണക്കാരന്റെ ഓണസദ്യയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നത് ആഗോളവൽക്കരിക്കപ്പെട്ട പുതിയ ലോകത്തെ സാമ്പത്തിക ബന്ധങ്ങളുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഈ ഉയർന്ന വിനിമയ നിരക്ക് നൽകുന്ന ആനുകൂല്യം വിവേകപൂർവ്വം ഉപയോഗിച്ച് എല്ലാ പ്രവാസികൾക്കും സമ്പൽ സമൃദ്ധമായ ഒരോണം ആഘോഷിക്കാൻ സാധിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.